കേരളത്തിന്റെ അസംബ്ലിയിലേക്ക് രണ്ടാമത് കേരളത്തിന്റെ വടക്കേ അറ്റത്ത് ഒന്നാമത്തെ മണ്ഡലത്തിൽ നിന്ന് ഒന്നാമനായി വരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് സർ. കഴിഞ്ഞ 35 വർഷമായി BJP അക്കൗണ്ട് തുറക്കാനുള്ള മോഹവുമായി കഠിന പരിശ്രമം നടത്തുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. 2016 89 വോട്ടുകളുടെ വ്യത്യാസവും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സഭയിലേക്ക് വന്നത് 745 വോട്ടുകളുടെ വ്യത്യാസത്തിലുമായിരുന്നു. ഏറെ വർഗീയത ആളിക്കത്തുന്ന ഒരു സന്ദർഭത്തിൽ കേരളത്തിന്റെ മതേതരത്വത്തിന്റെ അംബാസഡർ എന്റെ പ്രിയപ്പെട്ട നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിർത്തിയിൽ സംഘപരിവാറിന്റെ വർഗീയതയെ തടയണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം എന്നിൽ ഏൽപ്പിച്ചപ്പോൾ 745 എന്ന് പറയുന്ന വോട്ടുകളെ 29,252 വോട്ടാക്കി ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടിയാണ് മഞ്ചേശ്വരത്തെ ജനങ്ങൾ ഈ സഭയിലേക്ക് എന്നെ തെരഞ്ഞെടുത്തയച്ചത്. മഞ്ചേശ്വരത്തിന്റെ തെരഞ്ഞെടുപ്പ് ഓർമ്മകളിൽ ഏറെ വേദനിച്ച ചില അനുഭവങ്ങൾ പങ്കുവെക്കാതിരിക്കാൻ കഴിയില്ല സർ. മഞ്ചേശ്വരത്ത് പച്ചക്കായിരുന്നു BJP വർഗീയത പറഞ്ഞത്. കർണാടകയിൽ വാ തുറന്നാൽ വിദ്വേഷം മാത്രം പറയുന്ന സംഘപരിവാറുകാർ മുഴുവനും മഞ്ചേശ്വരത്തിന്റെ സ്നേഹത്തിന്റെ മാർക്കറ്റ് തകർക്കാൻ വേണ്ടി ശക്തമായി പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. മഞ്ചേശ്വരത്തിന്റെ തെരഞ്ഞെടുപ്പിൽ അത്യുജ്വല വിജയം നൽകുന്ന മഞ്ചേശ്വരത്തെ മതേതര മനസ്സുകളോട് രണ്ടാമത് സഭയിലെത്തിയ എന്റെ ഈ ആദ്യത്തെ പ്രസംഗത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കോടാനുകോടി കന്നഡക്കാരുടെ മനസ്സിൽ ഒരു നക്ഷത്രമായി നിൽക്കുന്ന ദാർശനികനും കവിയുമായ ബസവണ്ണ, അദ്ദേഹം മതേതൃത്വത്തെ ഊന്നി പറഞ്ഞുകൊണ്ട്, മനുഷ്യത്വത്തെ ഊന്നി പറഞ്ഞുകൊണ്ട് നടത്തിയൊരു കവിത ഓരോ കന്നഡികരുടെയും മനസ്സിലുള്ളൊരു കവിതയാണ്. ഇവനാരവ ഇവനാരവ ഇവനാരവനന്തു എനിസിതറയ്യ, ഇവനമ്മവ ഇവനമ്മവ ഇവനമ്മവനന്തു ಎನಿಸಯ್ಯ, ಕೂಡಲ ಸಂಗಮ ದೇವ ನಿಮ್ಮ ಮನೆಯ ಮಗನಂದು ಎನಿಸಯ್ಯ, ನಿಮ್ಮ ಮನೆಯ മകനന്തു എനിസയ്യ. ഈ കവിതയാണ് മഞ്ചേശ്വരത്തെ ജനാധിപത്യ മതേതര മനസ്സുകൾ, വിശ്വാസികൾ അവരുടെ മനസ്സിൽ ഏറ്റെടുത്തത്. തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഞാൻ കടക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കേരളത്തിൽ മഞ്ചേശ്വരത്തിന്റെ ഒരു MLA ആയി കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിലേക്ക് വന്നപ്പോ എന്നെ കേരളം ഏറ്റവും തിരിച്ചറിഞ്ഞ ഒരു അനുഭവം എനിക്കുണ്ടായത് അർജുൻ എന്ന് പറയുന്ന കോഴിക്കോട്ടെ ഒരു ചെറുപ്പക്കാരൻ കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ ലോറിക്കടിയിൽപ്പെട്ട് ആ മനുഷ്യന് വേണ്ടി കേരളം ഒറ്റക്കെട്ടായി മനുഷ്യത്വത്തിന്റെ പേരിൽ പ്രാർത്ഥനാപൂർവ്വം അർജുനെ തിരിച്ചു കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ എന്റെ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒന്ന് പോകാൻ പറഞ്ഞപ്പോ ഞാൻ അവിടെ പോയി. 72 ദിവസമാണ് എന്റെ പ്രിയപ്പെട്ട അനുജൻ അർജുന് വേണ്ടി ആ സേവനത്തിൽ ഞാൻ അവിടെ നിന്നത്. അർജുന്റെ പ്രിയപ്പെട്ട അമ്മ എന്നോട് പറഞ്ഞു, എന്റെ മകന്റെ മൃതദേഹമായിട്ടെങ്കിലും ഈ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ ആ മകന്റെ അവസാനമായി കണ്ണീരോടുകൂടി മൃതദേഹം ആ അമ്മയുടെ കയ്യിൽ നൽകിയിട്ടാണ് ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കടക്കുമ്പോ BJPക്കാര് വിദ്വേഷത്തിന്റെ ഇത്രമാത്രം പ്രചരണം നടത്തുമ്പോ എനിക്ക് കെട്ടിവെക്കാനുള്ള തുക എന്റെ പ്രിയപ്പെട്ട അമ്മ അർജുന്റെ അമ്മയാണ് എനിക്ക് നൽകിയത്. അതാണ് എന്റെ ഭൂരിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഞാൻ മറ്റുള്ള രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾ ഏറ്റവും അവഗണന അനുഭവിച്ച ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. കേരളത്തിന് വളരെ പ്രതീക്ഷ പകരുന്ന VDS ആണ് ഞങ്ങളുടെ ഈ ടീമിന്റെ UDFന്റെ നായകനായി നേതൃത്വം കൊടുക്കുന്നത്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ വളരെ അപൂർവമായ ഒരു ചാലഞ്ചാണ് പ്രിയപ്പെട്ട കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങൾ അടുത്ത തവണ 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വന്നില്ല എങ്കിൽ ഞാൻ വനവാസത്തിലേക്ക് പോകും. ഒരു പക്ഷേ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കാലം തുടങ്ങിയതിനു ശേഷം അത്തരത്തിലുള്ള ഒരു വെല്ലുവിളി ഇല്ലെങ്കിൽ ഒരു ചാലഞ്ച് ഒരു പൊളിറ്റീഷ്യനും പറഞ്ഞിരുന്നില്ല. അദ്ദേഹം അത് പറഞ്ഞു എന്ന് മാത്രമല്ല, അത് പറഞ്ഞതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലേക്ക് പോകുന്നത് വരെ എത്ര കളിയാക്കലുകളായിരുന്നു, എത്ര ട്രോളായിരുന്നു. ആ പറഞ്ഞ വാക്കിന് അപ്പുറം ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് കേരളത്തിന്റെ മതേതര മനസ്സ് VDSന് 102 സീറ്റ് നൽകിക്കൊണ്ട് ഈ അധികാരം നൽകിയിട്ടുള്ളത്.
നേരത്തെ ഇവിടെ ഫിറോസ് സൂചിപ്പിച്ചു, തുടക്കം തന്നെ ഗംഭീരമാണ് സർ. മുഖ്യമന്ത്രിയിൽ കേരളത്തിന് വലിയ പ്രതീക്ഷയാണ് സർ. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ಬಸವಣ್ಣയുടെ മറ്റൊരു കവിതയാണ് സർ ഓർമ്മ വരുന്നത്. ನುಡಿದರೆ ಮುತ್ತಿನ ಹಾರದಂತಿರಬೇಕು, ನುಡಿದರೆ ಮಾಣಿಕ್ಯದ ದೀಪ್ತಿ ಅಂತಿರಬೇಕು, ನುಡಿದರೆ ಸ್ಫಟಿಕದ ಸಲಾಖೆ ಅಂತಿರಬೇಕು, ನುಡಿದರೆ ಲಿಂಗ ಮೆಚ್ಚಿ ಹೌದು ಹೌದು ಎನ್ನಬೇಕು, ನುಡಿಯೊಳಗಾಗಿ ನಡೆಯದಿದ್ದರೆ ಕೂಡಲ ಸಂಗಮ എന്ത് വലിയവരയ്യ. പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം വാക്ക് പാലിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ട്രാൻസ്ലേറ്റർ കുറച്ച് കഴിഞ്ഞ് പറയാം. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഏറ്റവും കൃത്യമായി ഒരു അപേക്ഷ അദ്ദേഹം തുടക്കം കുറിച്ചത് മഞ്ചേശ്വരം മണ്ഡലത്തിലെ എന്റെ കുമ്പളയിലായിരുന്നു. ആ പൊതുജയാത്ര ആരംഭിച്ച് പിറ്റേ ദിവസം ആ ജില്ലയിൽ കടന്നു പോകുമ്പോൾ ഉദുമയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ഉദുമക്കാരോട് പറഞ്ഞു, ഒരു സീറ്റ് തരണം. ഉദുമ മണ്ഡലം CPM-ന്റെ കയ്യിൽ നിന്ന് ഒരു സീറ്റ് VDS-ന്റെ കയ്യിൽ ഞങ്ങൾ നൽകി. ഒരിക്കലും CPM-നെ തോൽപ്പിക്കാൻ കഴിയാത്ത തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരെ ജയിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആ സീറ്റും കൂടി നൽകി.